പാരിക്കുഴി വിജയൻ ആരാണ് ഈ പാരിക്കുഴി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി പിണറായി വിജയൻ്റെ മന്ത്രിസഭ ആടിയുലയുമെന്ന് പ്രവചിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രശസ്തനായ ജ്യോതിഷിയാണ്, വാസ്തുശില്പിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു കാര്യം, മുല്ലപ്പെരിയാർ ഡാം പണിത വാസ്തുശില്പി പാരിക്കുഴി ദേവേന്ദ്രൻ്റെ കൊച്ചുമകനാണ്. ആ വിധത്തിൽ പ്രശസ്തനായ പാരിക്കുഴി വിജയൻ്റെ പ്രവചനം പല വിവാദങ്ങൾക്കും കാരണമായിരുന്നു. 2022 ഫെബ്രുവരി മാസം 15 മുതൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭ, അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മന്ത്രിസഭ ആടി ഉലയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ അത് നടന്നു. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം ചില പ്രവചനങ്ങൾ തീക്ഷ്ണമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഓരോ ഘട്ടത്തിലും പിണറായി വിജയൻ മന്ത്രിസഭ തകരുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും സംഭവ വികാസങ്ങളാണ് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അവസാനമായി പറഞ്ഞിട്ടുള്ളത് ഈ വരാൻ പോകുന്ന മാർച്ച് 30-നുള്ളിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭ തകരും, പിണറായി വിജയനും കുടുംബവും ജയിലിലാകുമെന്നാണ്. ഇപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് പാരിക്കുഴി വിജയൻ. നമസ്കാരം. നമസ്കാരം പ്രഭു. അതായത് താങ്കൾ പലതവണ പല പ്രവചനങ്ങളും പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭ രാജിവെക്കും ഈ മാർച്ച് 30-നുള്ളിൽ എന്നുള്ളത്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഞാനിതൊന്നും വിശ്വസിക്കാത്ത ആളാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒരു ജ്യോതിഷി എന്ന് പറയുന്ന താങ്കളുടെ പ്രവചനങ്ങൾ താങ്കളുടേതാണ്. അപ്പോൾ ആണെങ്കിൽ അതൊരു പത്ര സംബന്ധമായിട്ട് വാർത്താ സംബന്ധമായി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഒരു പ്രവചനം എന്ന് പറഞ്ഞ വെറുതെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗുണ്ടാസെറ്റുകളായ ഒരു മന്ത്രിസഭയാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ആൻഡ് മന്ത്രിസഭ, ദാറ്റ് ഈസ് ബോത്ത് ഓഫ് എൻ്റർലി ഡിഫറൻസ്. ഒരിക്കൽ പോലും നമുക്ക് ഗവൺമെൻറ്റിനെയും ഈ മന്ത്രിസഭയും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധ്യമല്ല. അതറിയാവുന്നവരെ സിവിൽ സർവീസുകാർ ധാരാളം ഉണ്ട് ഇവിടെ. അവർക്കറിയാവുന്നത് സിവിൽ സർവീസുകാരിലാണ് ഭരണം ഇരിക്കുന്നത്, അല്ലാതെ മന്ത്രികളിൽ. പിന്നെ ഈ മന്ത്രിമാർ കാണിക്കാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകം പോലെ തന്നെ ഈ പിജാരും സാത്താനും ചെകുത്താനും അല്ലേ ഇവന്മാരുടെ പങ്ക് വലയം ചെയ്തിരിക്കുക. ഇവന്മാരെന്ന് പറഞ്ഞത് ഹി ഹിംസെൽഫ്. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഞാൻ മാത്രമാണ് അതിന് ഉത്തരവാദി. ചാനലോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തതായ ചീഫ് എഡിറ്ററോ ഒന്നും അല്ല, ഞാൻ തന്നെയായിരിക്കും, പാരിക്കുഴി തന്നെയായിരിക്കും. പാരിക്കുഴി വിജയൻ കേരളം എന്ന് ഒരു കാർഡിൽ എഴുതിയിട്ട് തന്നെ അതെനിക്ക് കിട്ടി, ഞാൻ ഇവിടെ ആയിരുന്നാലും. അത്രത്തോളം സെലിബ്രിറ്റി അല്ല എങ്കിൽ തന്നെയും എന്നെ അറിയാം ജനങ്ങൾക്ക്. ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതാ പിണറായി അദ്ദേഹത്തോട് പറയുന്നു, വീണ്ടും 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 ഞാൻ പല പ്രാവശ്യം അങ്ങേക്ക് വാങ്ങി തന്ന സൂക്ഷിച്ചില്ല എങ്കിൽ സംഗതി അപകടത്തിലേ എത്തുകയുള്ളൂ. ലാവലിംഗ് കേസ് എത്രയോ പ്രാവശ്യം പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനവും കൊണ്ടെടുത്തു. ഒരു കോൺഗ്രസിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തെ വിലയ്ക്ക് എടുത്തു. അത് CPIക്കോ CPM അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹമാണ് ഡൽഹി കിടന്നിട്ട് ഈ പുതുവെള്ളത്തിൽ പിന്നെ ഊത്ത ഞുളയ്ക്കുന്ന രീതി അവിടെ കിടന്ന് ഞുളച്ച് കൊടുക്കാനുള്ളതൊന്നും ചാക്കിട്ട് അനുസരിച്ച് പണം വാരിക്കോരും. ഇപ്പോൾ പണമല്ല, രാജാക്കന്മാരുടെ കാലത്ത് കൊച്ചി രാജാവാണ് ആദ്യം പണത്തിന് പുത്തൻ എന്ന പേരിട്ടത്. ഞാൻ രാജഭക്തനാണ്. ഒരിക്കൽ പോലും ഞാൻ ജനാധിപത്യ വിശ്വാസിയല്ല. ഐ നെവർ ബിലീവ് ദ ഡെമോക്രസി ആൻഡ് സോഷ്യലിസം, നെവർ. ഇന്നുവരെ വോട്ടും ചെയ്തിട്ടില്ല. ഞാൻ വഴുതി പോകല്ല, സബ്ജക്റ്റിലേക്ക് വരികയാണ്. പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഇന്നതുപോലെയാണ് സംഗതി, ഇന്നതുപോലെ വരും, ഇന്നതുപോലെ. അതുപോലെ വീണ ജോർജിനോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഹെൽത്ത് മിനിസ്റ്ററോടും പറഞ്ഞിട്ടുള്ളതാണ്. ചാനലിൽ കൂടി തന്നെ, പത്രത്തിൽ കൂടി തന്നെ, മീഡിയാസിൽ കൂടി ഞാനത് പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം എന്താണ് കരിവെള്ളൻ്റെ കാര്യം മാത്രമല്ല, എന്തെല്ലാം ഇന്നത്തെ പത്രം എടുത്തു വെച്ച് നോക്കിയോ, എന്താ 25 അങ്ങോട്ട് കിടക്കുക കോടികൾ മുക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് അക്കൗണ്ട് ഞങ്ങൾ ഏതായാലും അത് പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ മീഡിയാസിന് കിട്ടുന്നു. അത് വെണ്ടയ്ക്ക ആഴ്ചയിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ എന്തോ പിന്നെ അത് രാജ്യരീതി അല്ലെ തന്നെ പോക്കലിറ്റിയ ഫെബ്രുവരി 2022 ഫെബ്രുവരി 15 മുതൽ ഇങ്ങോട്ടുള്ളതായ ഓരോ സെക്കൻഡുകളും ഓരോ വിനാഴികളും റെസിഗ്നേഷൻ പോക്കലിട്ടിരിക്കുകയാണ് മുഖ്യൻ്റെ. അതിനാർക്കെന്നെ തല്ലിക്കൊല്ലണമോ കൊല്ലാം, പക്ഷെ ചതച്ചു വിടരുത്. തീർച്ചയായും ചതഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമില്ല.
പിന്നെ ഞാൻ അവിടെ കിടന്നുകൊണ്ട് പരമേശ്വരനെയും പാർവതിയും ഒക്കെ പ്രാർത്ഥിക്കേണ്ടി വരും. അതിന് നേരം തരരുത്. പിന്നെ ഇന്ത്യ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം നടക്കുന്നു. ആ സമയത്ത് കുറേ ആളുകളെ പിടിക്കുന്നു, അവരുടെ ആളുകളെയും പിടിക്കുന്നു, നമ്മുടെ സോൾജേഴ്സ് പിടിക്കുന്നുണ്ട്. ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ അവരെയും പിടിക്കുന്നുണ്ട്. ഏത് രാജ്യത്താണ് നമ്മുടെ സോൾജേഴ്സിനെ പിടിച്ച് കൊണ്ടിരുന്നത്, അവിടെ അവരെ കൊണ്ട് ആ രാജ്യം സിന്ദാബാദ് വിളിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ഇരു രാജ്യങ്ങൾക്കും. എന്ന് പറഞ്ഞതുപോലെ 2 തല ചവിട്ടാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു തന്നെയാണ്. യാതൊരു കാരണവശാലും ഇതിന് മാറ്റമില്ല. പക്ഷേ ഇപ്പം എന്താ ഏതാണ്ട് ഒരു അഗ്നിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കോൺഗ്രസ്സുകാർ. ഇത് ആര് പറയുന്നു എന്ന് ചോദിക്കുകയല്ല, അവരുടെ ഇതിലാണ്. ലോകം ഭരിക്കുന്നത് അതാത് രാഷ്ട്രത്തലവന്മാരല്ല. ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ ക്ഷമിക്കുക. ഏതൊരു രാഷ്ട്രം, 3ാം കട രാഷ്ട്രമായിക്കോട്ടെ, 4ാം കട ആയിക്കോട്ടെ, 5ാം കട ആയിക്കോട്ടെ, A ക്ലാസ് ആയിക്കോട്ടെ, B ക്ലാസ് ആയിക്കോട്ടെ, C ക്ലാസ് ആയിക്കോട്ടെ, ഏത് കൺട്രി ആണെങ്കിലും ഭരിക്കുന്നവരല്ല. ഒരുത്തനെ അവിടെ ഒരു വീടി കുറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മത്തങ്ങായോ അല്ലെങ്കിൽ ചക്കച്ചുളയോ ചക്കക്കുരുവോ കൂഞ്ഞോ എന്തെങ്കിലും എടുത്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലോകം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ CIA ആണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CIA കൈവെള്ളയിലാണ് ആര്? നമ്മുടെ മുഖ്യനും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഗവർണറും ഒക്കെ. അത് രൂക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പോൾ പിണറായി അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ചോളുക. പ്രാർത്ഥിക്കുന്നെങ്കിൽ മാർച്ച് 31 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും എടുക്കുക. അല്ല, അതിന് കാരണമായ എന്താണ് താങ്കളുടെ പ്രവചനം? ആ പ്രവചനം കൃത്യമാണോ അല്ലയോ? താങ്കൾ വെറുതെ പറയുന്നതാണെങ്കിൽ എനിക്ക് പറയാനില്ല. അതല്ല, ഗൗരവമായിട്ടാണ് താങ്കൾ പറയുന്നതെങ്കിൽ അതാണ് എനിക്കറിയേണ്ടത്. ഗൗരവമായി തന്നെ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇത് പ്രവചനത്തിന് മുൻപായിട്ട് 2020 നമ്മുടെ കൊറോണ ഒക്കെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂർ ചെന്നിട്ട് പല ജ്യോതിഷികളെ പേര് പറയില്ല, അതിൽ പ്രധാനി ഒരാളുണ്ട് നമ്മുടെ ഇരിട്ടിയിൽ. ദൈവം പേര് ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഉൾപ്പെടെ 6 ജ്യോതിഷിമാർ അവിടെ കൂടുന്നു. അവിടെ കൂടിയിട്ട് പിണറായി അദ്ദേഹത്തിൻ്റെ നക്ഷത്രം കിട്ടണം, ഡേറ്റ് ഓഫ് ബർത്ത് ഏതും ആയിക്കോട്ടെ, പിണറായി അദ്ദേഹത്തിൻ്റെ നക്ഷത്രം. അങ്ങനെ എനിക്ക് നക്ഷത്രം കിട്ടി. ആ നക്ഷത്രവും അപ്രോക്സിമേറ്റ് ഏജും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഗതി ഇത് 2022 ഫെബ്രുവരി പകുതിയാകുമ്പോൾ വളയും, പച്ചീർക്കിൽ വളയുന്നത് പോലെ. അല്ലെങ്കിൽ ഓലയുടെ പിന്നെ മടലിൻ്റെ ഇതില്ലേ ചീർമ്പിളി എടുത്തിട്ട് നമ്മളിങ്ങനെ വളയ്ക്കുന്ന രീതിയിൽ പോലെ. ആ വളച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സാവധാനത്തിൽ അതിൽ ജലാംശം പറ്റും. ജലാംശം പറ്റി കഴിയുമ്പോൾ പതുക്കെ ഇത് ഉണങ്ങാൻ തുടങ്ങും. അതിൻ്റെ സെൻട്രലിൽ കൂടി പോകുന്നതായ ആ ഒരു ഇതുണ്ട്. അതിൻ്റെ ബലവും പോയി കഴിയുമ്പോൾ സംഗതി ക്ലീൻ. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. 1001 പ്രാവശ്യം ഞാൻ രാശി വെച്ചു ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. ആദ്യം പച്ചയ്ക്ക് ഇരുന്നിട്ട് നോക്കി, അതെല്ലാം ഓരോന്നെങ്കിൽ നോട്ട് ചെയ്യും. അതുവഴി 2 അടിച്ചിട്ട് രാശി വെക്കും. രാശി വെച്ചിട്ട് അത് ഒറ്റ അടിക്കല്ല. അപ്പോൾ ഇന്നലെയാണ് പച്ചയ്ക്കിട്ട് നോക്കിയെങ്കിൽ ഇന്ന് 2 അടിച്ചിട്ട് നിന്ന് നോക്കും. അത് കഴിഞ്ഞ് 2-3 ദിവസം ഇതിനെ ഈ 2 റിസൾട്ടിന് വിശകലനം ചെയ്യും. വിശകലനം ചെയ്തതിന് ശേഷം 3ാമത്തെ പ്രാവശ്യം രാശി വെക്കുമ്പോൾ ഈ 2 × 2 എന്ന് 4 ആകും. 2 1 അല്ലെങ്കിൽ 1 2 അല്ല, 2 × 2 4 വീശി വെച്ചിട്ട് നോക്കും ഒറ്റയ്ക്കായി. അല്ലാതെ ഒറ്റയ്ക്കല്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ 1001 പ്രാവശ്യം 6 പെഗ് വരെ വീശി വെച്ചിരുന്നിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഇതാണ് വരുന്നത്. 49-51 അല്ല, 90+. താങ്കൾ മദ്യപിച്ച് അതിൻ്റെ ലഹരിയിൽ ഉണ്ടാകുന്ന ഇതാണോ തോന്നുന്നതാണോ പിണറായി വിജയൻ രാജിവെക്കുന്നൊക്കെ പറയുന്നത്? ഈ കവടിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്കറിയാം, ഇത് ആണോ എന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്ന. അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് എടുക്കുക എന്ന് തന്നെ തീരുമാനിച്ചു. 1.5 ആഴ്ച എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കൂടുതൽ ദീർഘായുസില്ല എന്നുള്ളത്. അതിൻ്റേതായ കാരണം
സ്മഗ്ലിംഗ്, തടിവെട്ട്, കരിമണൽ. അതിന് കരിമണലിൻ്റെ കാര്യത്തിനകത്ത് VM സുധീറിനെ ഗെറ്റ് ഔട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു. VM സുധീറിനെ സംബന്ധിച്ച് എന്നെ പല പ്രാവശ്യം ചുങ്കത്തറ, മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ ചുങ്കത്തറ ഹൈസ്കൂളിൽ വന്നിട്ട് എന്നെ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, അവനെന്ന് വേണം പറയാൻ. അയാൾ ഒറ്റ കാരണമാണ് കാക്കച്ച് തേടി കുമ്പളത്ത് തിന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്തു, ഇപ്പുറത്തോട്ട് മാറ്റിക്കൊടുത്തു. അങ്ങനെ പിണറായിയുടെ മകളും അവരുടേതായ ഗ്രൂപ്പും എത്രയോ ട്രില്യനാണ്, മില്യൺ ട്രില്യനൊക്കെയാണ് ഇവരുണ്ടാക്കിയത്. അത് ഡോളർ, സ്റ്റെർലിംഗ് പൗണ്ട്, ജർമ്മൻ മാർക്ക്, ഇങ്ങനെയൊക്കെയുള്ളതായ ഇതാണ്. പിന്നെ ഇതും ഉണ്ടായിരുന്നു, അല്ല ഇവരുടെ യൂറോ, ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ അവർ ഇൻ്റർനാഷണൽ ലെവലിൽ അതും ഓടും. അല്ല ഇന്ത്യൻ കറൻസിയുമായിട്ട് കാണാം, ഒരു ഫ്ലൈറ്റിൽ എടുക്കത്തില്ല ഇൻ്റർനാഷണൽ നമ്മുടെ ഈ പിന്നെ ഇന്ത്യൻ കറൻസി. ലിബിയ, ഇറാഖ് ഇതിൻ്റെ ഒന്നും ഇതെടുക്കത്തില്ല ഫ്ലൈറ്റിൽ, റിയാൽ, ധനം ഇതൊക്കെ. അപ്പോൾ അതിനെ ഇവർ പിന്നീട് അങ്ങ് ഡെവലപ്പ് ചെയ്തു, ഡയമണ്ട് ആക്കി. ആരെ? ഇതേ പിണറായി വിജയൻ എന്നൊരു സഖാവ്, പിണറായി നമ്മുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളതായ കൊള്ള സംഘം അത് കൃത്യമായ രൂപത്തിൽ അതിൻ്റെതായ ലെവലിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചാണ് സംഭവം സൂക്ഷിച്ചില്ല എങ്കിൽ പോകും എന്നുള്ളത്. ഇപ്പം ഇനി എവിടെ പോകാനുള്ളത്? ഇവിടുത്തെ പ്രതിപക്ഷത്തെ തന്നെ തല്ലിക്കൊല്ലാമെങ്കിൽ ഇന്ന് രാജിവെക്കും പിണറായി വിജയൻ. ഇന്ന് താങ്കളുടെ പ്രവചനത്തിന് തടസ്സമായി നിൽക്കുന്നത് പ്രതിപക്ഷമാണോ എന്നാണോ? തീർച്ചയായും താങ്കളുടെ പ്രവചനം ശരിയല്ല എന്നുള്ളതല്ലേ താങ്കൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ലേ? ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പ്രവചനത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. താങ്കൾ 31-ാം തീയതിയുള്ളിൽ, മാർച്ച് 31-ാം തീയതിനുള്ളിൽ രാജിവെക്കെന്ന് പറഞ്ഞാൽ അത് എല്ലാം നോക്കിയിട്ടാണല്ലോ താങ്കൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം, ആ മരിക്കുന്നതിന് തടസ്സമായി അയാൾ ഭാര്യ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നത് ശരിയാണോ? അല്ല, അതേപോലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കെന്ന് പറയുന്നത് പല തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ രാജിവെച്ചിരിക്കണം താങ്കളുടെ പ്രവചന പ്രകാരം. അപ്പം അതിനുള്ള സാഹചര്യം ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ടാണ് താങ്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. താങ്കൾ പറയുന്ന ഓരോ ഘട്ടങ്ങളിലും പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പല സംഭവങ്ങളും കയറി വരികയാണ് നമുക്കറിയാം. ഇപ്പം 2022 ഫെബ്രുവരി മാസത്തിൽ താങ്കൾ പറയുമ്പോൾ കേരളത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും അദ്ദേഹം അവസാനം പിന്തിരിഞ്ഞോടേണ്ടി വന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് താങ്കൾ പറയുന്ന പിണറായി മന്ത്രിസഭ ആടിയൊലഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. മാത്രമല്ല ജനങ്ങൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അണികൾ പോലും അദ്ദേഹത്തിനെതിരായി, അതും നമുക്ക് വിലക്കെടുക്കാം. അതിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും താങ്കൾ പറയുന്നതിനോട് യോജിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂർണ്ണമായി ശരിയായി വന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പ്രത്യേകം വീണ്ടും പറഞ്ഞു മാർച്ച് 31 എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അദ്ദേഹം രാജിവെക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ആളല്ലെങ്കിലും ചില കാര്യങ്ങൾ ജ്യോതിഷത്തിലും താങ്കൾ പറയുന്ന കാര്യങ്ങളെ വാർത്തയെ വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൽ പ്രതിപക്ഷം അങ്ങനെ ആയതുകൊണ്ട് ഇതായില്ല എന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കൾ രക്ഷപ്പെടലായി മാറും. ഒരിക്കലുമല്ല, ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ. താങ്കൾ ആത്മഹത്യ ചെയ്യുന്നതല്ല, നമ്മൾ പ്രവചനം എന്ന് പറയുന്നത് പല തടസ്സങ്ങളൊക്കെ മാറി ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടന്ന് അദ്ദേഹത്തെ വെക്കുമെന്ന് പറഞ്ഞാൽ രാജിവെച്ചിരിക്കണം. ഇത് നടപടിയിൽ 2023 സെപ്റ്റംബറിനുള്ളിൽ നടക്കേണ്ടതായ ഈ രാജി ഇന്നും ഉദാഹരണമായിട്ട് പറയാം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ജനുവരി 26 സെറിമോണിയൽ പരേഡ് നടക്കുന്നു. സല്യൂട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കൂട്ടിയിടിക്ക് പോയി. തീപ്പൊരി ഉണ്ടായെന്നുള്ളതല്ല, യാതൊരു കാരണവശാലും ഒരു മാന്യമായ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായില്ല. ഇത്രത്തോളം ആയിട്ടും ഗവർണർക്ക് റോഡ് കുത്തിയിരിക്കേണ്ടി വന്നു. ഒരു കസേര വരേണ്ടി കണ്ടിട്ടുണ്ട്. അത് ഓർലിൻ്റെ പുറത്താണോ ഒലക്കയുടെ പുറത്താണോ എന്നറിയില്ല. എന്നിട്ടും ഇത്ര നാറി ചീഞ്ഞിട്ടും അന്തസ്സും ആഭിജാത്യവും ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ കളഞ്ഞ ചെന്നേ പോകേണ്ടതാണ്. അത് ഞാൻ തീരുമാനിച്ചായിരുന്നു, ഇത് കളയും എന്നുള്ളത്. എനിക്ക് നന്മയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ഇന്നാലും വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ട. അതിന് എനിക്ക് തൊഴിലുണ്ട്, ആ തൊഴിലും ചെയ്തുകൊണ്ട് ഞാനും ജീവിച്ചോളാം. എന്നാൽ കുലദ്രോഹപരമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കിട്ടിയ ഒരു വലിയൊരു അവസരമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ നിയോജകമണ്ഡലമാണല്ലോ വയനാട്.
അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഭവമാണ് പറയുന്നത്. വനപ്രദേശമായ എല്ലാ സ്ഥലങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഓന്ത് മുതൽ ചീവീട് മുതൽ എല്ലാത്തിനും കൂടെ ഇവരുടെ ഗുണ്ടാ സംഘം ലോകജനം ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം വേനൽക്കാലമാണ്, അതാത് സ്ഥാനങ്ങളിൽ തീയിടുകയോ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ വയനാട്, ഇടുക്കി, തൃശ്ശൂർ ഇത്യാദി ഭാഗങ്ങളിലേക്ക് ഇതിങ്ങനെ കയറ്റിവിടുകയാണ്. അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങളുടെ സച്ചാസ് ക്യാമറ, അക്ഷരങ്ങൾ, പത്രങ്ങൾ ഇവരുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അവസാനത്തെ അളവാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. പിണറായി വിജയൻ അക്കാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വ്യക്തമായ ധാരണ എനിക്ക് പാർട്ടി ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. പാർട്ടിയല്ല, ഫോറസ്റ്റ് ജീവനക്കാരെ കൊണ്ട് മൃഗങ്ങളെ ഈ പല സ്ഥലങ്ങളിലും തുറന്ന്, അതായത് കാടിനടുത്തുള്ള പ്രദേശങ്ങളിലേക്ക്, ഇതുവരെ മൃഗങ്ങൾ പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി തുറന്നു വിടുന്നു എന്ന് പറയുന്ന കാര്യം സത്യമാണ്. ഒരു കാരണവശാലും ആ സ്ഥലങ്ങളിൽ മൃഗങ്ങൾ എത്തുന്നില്ല. അത് പിണറായി വിജയൻ ചെയ്യുന്നത് അതുകൊണ്ടാണോ, അതല്ല ബഫർ സോൺ ഏരിയയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. രണ്ട് ആംഗിൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, വാർത്താ ശ്രദ്ധ മാറ്റി മൃഗങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നു പറയുമ്പം ആനകൾ ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, അല്ലെ കരടി ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകും. അത് പിണറായി വിജയൻ നടത്തുന്ന അഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വനംവകുപ്പ് എന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളും അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ബഫർ സോൺ ഏരിയയിൽ നിന്ന് ഈ ആളുകളെ ഒഴിപ്പിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. മൃഗങ്ങൾ ഇറങ്ങി അവിടെ മേയുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക് അവിടുന്ന് ഓടും. ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ഒന്ന്, രാഹുൽ ഗാന്ധി അവിടുന്ന് ഭരിക്കാമെന്ന ലക്ഷ്യം കൊണ്ടുണ്ടായിരുന്നു. അവിടെ ഇവരുടെ കോട്ട ഉണ്ടാക്കണം. കാരണം വനമേഖലയാണ്, കൂടാതെ കാർഷിക വിളകൾ താരതമ്യേന ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. ഒരുപാട് എന്താണ് വിദ്യാഭ്യാസം കണ്ടിട്ടുണ്ടോ? അഭ്യാസമുണ്ട്, മറ്റു വിദ്യയുണ്ട്. ഇവരെയെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് അവിടുന്ന് പാലായനം ചെയ്യിച്ചു കഴിഞ്ഞാൽ വനം മാഫിയയുടെ തേരോട്ടം നടത്താം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മുടെ ഇലക്ഷൻ പീരീഡ് ആവും. ഇലക്ഷൻ പീരീഡ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഒരു അജണ്ടയാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടോ. പക്ഷേ പാരുക്കുഴി വിജയൻ എന്ന ഞാൻ വീണ്ടും പ്രവചിക്കുകയാണ്. സംഗതി ഇതിൻ്റെ എല്ലാം അന്ത്യം എന്ന് പറയുന്നത് ഭാര്യയിലും മകളിലും ഒക്കെ ചെന്നങ്ങ് ചേരും. ഈ ലാവലിംഗ് ത്രോ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ജാവലിംഗ് ത്രോ എന്നുള്ളതല്ല, ലാവലിംഗ് ത്രോ. ഈ ലാവലിംഗ് ത്രോ എറിഞ്ഞ് പാകിസ്ഥാൻ കടന്ന് അഫ്ഗാനിസ്ഥാൻ കടന്ന് ഇവിടെ എത്തി, ഇറാനിലെത്തി. എന്നിട്ടും കളി നിർത്തുന്നില്ല. ഏതൊക്കെയോ ജസ്റ്റിസുമാരൊക്കെ ഇതിനകത്ത് അതീവ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് നീട്ടി കൊണ്ടുപോകുന്നത്. അല്ല എന്ന് പിണറായി അകത്ത് കിടന്നിട്ട് ഇപ്പം എന്താ, ഞാൻ ജയിലിലായിരുന്ന സമയത്ത്, ഡൽഹി തിഹാർ സെൻ്ററിലായിരുന്ന സമയത്ത് അവിടെ പിന്നെ ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, നമ്മുടെ റേഷൻ കാർഡുണ്ടത്, അതെല്ലാം എഴുതി വാങ്ങിക്കും. റൈസ് അല്ലെങ്കിൽ റൊട്ടി എന്നെഴുതി വാങ്ങിക്കും. അല്ല, ഉണ്ടയൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഗോതമ്പുണ്ട തിന്നേണ്ടുന്ന കാലം കഴിഞ്ഞു, പണത്തിൻ്റെ മണ്ടയ്ക്കാണ്. അതുപോലെ ജീവക്ഷേമമായിരിക്കുന്ന ഇദ്ദേഹത്തെ ഞാൻ ആരോഗ്യവാനായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യും. കാരണം നമ്മൾ വ്യക്തിപരമായിട്ട് യാതൊരു വിധ വൈരാഗ്യമില്ല, ഒരു വൈരാഗ്യമില്ല. അങ്ങ് പി വിജയൻ, ഞാനും പി വിജയൻ. അങ്ങയുടേതായ ലെവലിൽ നീങ്ങുന്നു, ഞാൻ എൻ്റെതായ ലെവലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകാതെയോ ഒരാശയിൽ കൗബീനം കഴുകിയിട്ട രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നതും. എല്ലാവർക്കും മുഖ്യമന്ത്രിയാണോ? ഏതായാലും നമ്മുടെ കോൺഗ്രസ്സിൽ എല്ലാവർക്കും. പിണറായി വിജയൻ മാർച്ച് 31 രാജിവെക്കുമോ ഇല്ല? അതിന് മുമ്പ് രാജിവെക്കാം, 31 ഉള്ളിൽ രാജിവെക്കും, മന്ത്രിസഭ തകരും, അദ്ദേഹം ജയിലിലാവുന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. മാസപ്പടി സർവ്വസാധ്യമായിട്ട് പടിവാതിക്കൽ നിൽക്കുകയാണ്. ഓക്കെ, ഇപ്പം മാർച്ച് 31 ഉള്ളിൽ
പിണറായി വിജയൻ മന്ത്രിസഭ തകരും എന്ന് തന്നെയാണ് താങ്കൾ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ അതോടുകൂടി തമ്മിലടിയാവും. അല്ല, അത് വേറെ പ്രശ്നം. ഓക്കെ, മാർച്ച് 31 പിണറായി വിജയൻ മന്ത്രിസഭ തകരും, അതോടൊപ്പം തന്നെ അദ്ദേഹം ജയിലിൽ പോകും എന്നുള്ളതാണല്ലോ നമ്മളെ പ്രവചനം. അതായത് കൊട്ടക്കണക്കിന് പിന്നെ FIR ആണ് ഉള്ളത്. പക്ഷേ FIR ആരൊക്കെയാ ഇടിയും ഇടിയും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവർ വെച്ചിട്ട് ആകുക. കാരണം ആർക്കും കിട്ടി സ്റ്റെർലിംഗ് പൗണ്ട്, ഡോളർ, ജർമ്മൻ മാർക്ക്, ജപ്പാൻ യെൻ, ഇതെല്ലാം US ഡോളർ ഇപ്പം സ്റ്റേഷൻ പിടിക്കും. അപ്പൊ നമ്മൾക്ക് ആ ഒരു കൺക്ലൂഷൻ തന്നെ പോകാം എന്നാണ് കരുതുന്നത്. മാർച്ച് 31 2024 മാർച്ച് 31 എന്നോട് PC ജോർജും പറഞ്ഞിട്ടുണ്ട്, 1 മാസം മാത്രമേ ഇനി പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് ആയുസുള്ളൂ. അദ്ദേഹം BJP ചേർന്ന ശേഷമാണത് കർശനമായി പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തോ കൃത്യമായിട്ടുള്ള അറിവുണ്ട് തോന്നുന്നു. ഇവിടെ ഒരു പ്രവചനം നേരത്തെ നടത്തിയിട്ടുള്ളത്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചനം നടത്തിയിട്ടുള്ള, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് 2021 ഞാൻ പ്രവചിച്ചത്. 2021 അതിനു മുമ്പ് 2015 ഞാൻ പറയുന്നു, 18 പ്രളയം ഉണ്ടാവും. മാത്രമല്ല ഇവിടെ ഗുരുതരമായ രോഗപീഠകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ വിജയമല്ലത്. അതായത് ഈ ഇരിക്കുന്ന മഹാരാജാവിൻ്റെ വിജയമൊന്നുമല്ല, മറിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതായ ഗുരുനാഥന്മാർ ആ കൊടുത്ത വെറ്റപ്പാക്ക് അത് തിരിച്ചെനിക്ക് തന്നു. ശപിച്ചുകൊണ്ടല്ല, അതെൻ്റെ മടിയിലിരിക്കുന്നു. അതാണ് എൻ്റെ ആയുധം. അതിന് യാതൊരു മാറ്റവുമില്ല, മാറ്റം വരുത്താൻ പറ്റുന്നത് സാക്ഷാൽ കാലനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഉറച്ചിട്ടാണ് പാരിക്കുഴി വിജയൻ ഇത്തവണ പ്രവചനം ഉറപ്പിച്ച് പറയുന്നത്. 2024 മാർച്ച് 31 പിണറായി വിജയൻ മന്ത്രിസഭ തകരും, അതോടൊപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളടക്കമുള്ള ആളുകളും ജയിലിൽ പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അദ്ദേഹം വീണ്ടും 2024 ഫെബ്രുവരി അവസാനത്തോടുകൂടി 1 മാസം മുമ്പ് അദ്ദേഹം പ്രവചനം നടത്താൻ വീണ്ടും വന്നിരിക്കുകയാണ്. അഥവാ ഇത് സംഭവിച്ചില്ല എങ്കിൽ അണുവിടെ വ്യത്യാസമില്ലാതെ 2024 മാർച്ച് 31 എന്ന് പറയുന്നത് എൻ്റെ ജന്മനക്ഷത്രവും ജന്മദിവസവും ഒക്കെയാണ്. നക്ഷത്രം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ, ഹൈക്കോടതിൻ്റെ അടുത്തേക്ക് അവിടെ ഒരു സമരവും കാര്യങ്ങളൊന്നും പറ്റില്ല. അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഓപ്പൺ ഓഡിറ്റോറിയം. അവിടെ വെച്ച് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പകുതി പഠിച്ചിട്ട് ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മറൈൻ ഡ്രൈവ്, ആ പിള്ളേരുടെ കോളേജൊക്കെ ഉണ്ട്, അവിടം വരെ നടന്നിട്ട് തിരിച്ചു വന്നൊരു ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ വയറ്റില വഴി നടന്നു വന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ ഹൈക്കോടതി നേരെ ഫ്രണ്ടിൽ കൂടെ പോക്കറ്റുണ്ടല്ലോ. അതായത് അദ്ദേഹം പറയുന്നത് മാർച്ച് 31 ഈ പ്രവചന പ്രകാരമുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അദ്ദേഹം തലയുടെ തലമുടിയുടെ പകുതി ഭാഗം വടിക്കും, താടി ഒരു ഭാഗം വടിക്കും. എന്നിട്ട് അദ്ദേഹം പെൺവേഷം കെട്ടുന്നുണ്ട്. പെൺവേഷം കെട്ടി ഹൈക്കോടതി മുതൽ മറൈൻ ഡ്രൈവ് വഴി അങ്ങനെ ചുറ്റി വൈറ്റില വരെ പോകുമെന്നാണ് അദ്ദേഹം ഹൈക്കോടതി തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അദ്ദേഹം അത്രയും ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവചനം ശരിയോ തെറ്റോ എന്ന് 2024 മാർച്ച് 31 പരിശോധിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.